നമ്മൾ ഇന്നത്തെ വിഭവം പുതിയ ഒരു ഐറ്റമാണ് ചക്ക വരട്ടി. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇത് വരിക്കച്ചക്കയാണ് സാധാരണ വരട്ടാൻ എടുക്കുന്നത്. കൂഴച്ചക്കയെ ഉപയോഗിക്കാമായിരിക്കും, പക്ഷേ നമ്മളത് ചെയ്തിട്ടില്ല. വരിക്കച്ചക്കയാണ് അതിന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് വരിക്കച്ചക്കയാണ്. അപ്പോൾ നല്ലതുപോലെ പഴുത്ത ചക്ക, അത് അതിൻ്റെ ഈ ചവിണിയും കുരുവും അതിനകത്തെ പാട ഇതെല്ലാം കളയണം. കളഞ്ഞതിന് ശേഷം ഈ മോടം വരുന്ന ഭാഗം, അതായത് കൂഞ്ഞിനോട് ചേർന്ന് വരുന്ന ഭാഗം നല്ല കട്ടിയും കൂഞ്ഞും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടവും അരിഞ്ഞ് കളയണം. അരിഞ്ഞ് കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ ഇങ്ങനെ കിടക്കും. നമ്മൾ എത്ര മണിക്കൂർ ഇട്ട് വരട്ടിക്കഴിഞ്ഞാലും അത് അതേപോലെ പച്ചയായിട്ട് തന്നെ കിടക്കും. അപ്പോൾ അതിനാണ് അവിടെ എല്ലാം കളഞ്ഞതിന് ശേഷം പണ്ടൊക്കെ ഇത് ചെയ്തുകൊണ്ടിരുന്നത് ഒരു പലകയുടെ പുറത്ത് വെച്ചിട്ട് ഇതിങ്ങനെ കൊത്തുമായിരുന്നു, കത്തി കൊണ്ട് കൊത്തുമായിരുന്നു. കൊത്തിയാണ് ഇവനെ പിന്നീട് വരട്ടാൻ വേണ്ടി എടുക്കുന്നത്. ഇപ്പം പിന്നെ അതൊക്കെ പുതിയ സാങ്കേതിക വിദ്യ വന്നതോടുകൂടി മിക്സിക്കകത്തിട്ട് ഇതങ്ങ് അടിച്ചെടുക്കും. ഈ വെള്ളം ചേർക്കാതെ അടിച്ചെടുത്ത് അതാണ് ഇപ്പം ചെയ്യാൻ പോകുന്നത്. ഇത് ചക്ക ശരിയായിട്ട് പറക്കിയെടുത്തതാണ്, നല്ലതുപോലെ പഴുത്ത വരിക്കച്ചക്കയാണ്. അപ്പോൾ ഇനി ഇത് മിക്സിക്കകത്തിട്ട് ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം. മിക്സിയുടെ കപ്പാസിറ്റി അനുസരിച്ച് അത് അതിൻ്റെ ക്വാണ്ടിറ്റി നിശ്ചയിച്ചു കൊടുക്കുക. ജാറിൻ്റെ ഒരു 1/4 ഭാഗം നമ്മൾ ഈ ചക്കച്ചുള ഇട്ടിട്ടുണ്ട്. അതിനിയും അടിച്ചെടുക്കാൻ പോവുകയാണ്. മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കാൻ പോവുകയാണ്. ഇതിപ്പം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് തരിയൊന്നും കാണുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ഒരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു വയ്ക്കും. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് തരിയൊന്നുമില്ല. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ചക്ക വരട്ടാൻ ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. നല്ല നമ്മുടെ ഫാമിൽ നിന്ന് കിട്ടിയ ശർക്കരയുണ്ട്. ആ ശർക്കര നമ്മൾ ആദ്യം ഒന്ന് തിളപ്പിച്ച് അതിനകത്ത് അഴുക്കെല്ലാം കളഞ്ഞതിന് ശേഷം, അതായത് ചെളി വെട്ടുക എന്ന് പറയും ഇവിടുത്തെ നമ്മുടെ നാടൻ ഭാഷയിൽ പറയുന്നത്. ഇതിനകത്ത് കുറേ അഴുക്കൊക്കെ കാണുമല്ലോ, എന്നാലും പൊടിയായാലും പിന്നെ ഒക്കെ കാണും. അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ച് കഴിയുമെന്ന് പറഞ്ഞാൽ ഇത് ഈ അഴുക്ക് കണ്ടില്ലേ മേളിൽ തെളിഞ്ഞ് വരും. അത് നമ്മളങ്ങ് എടുത്ത് കളഞ്ഞതിന് ശേഷം അരിച്ചെടുത്ത് അതാണ് നമ്മൾ ഇതിന് ഈ ഇത് വരട്ടാൻ വേണ്ടി, ചക്ക വരട്ടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയാണ് എടുത്ത് ഇത് ഉപയോഗിക്കുന്നത്. ഇനിയും ഈ പതിയൻ ശർക്കര കിട്ടിയിട്ടെന്നുണ്ടെങ്കിൽ ഉണ്ട ശർക്കരയാണ് ഇപ്പോൾ സാധാരണ ഒരിടത്തും ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് കിട്ടാൻ മാർഗമുള്ളത് കൊണ്ട് നമ്മൾ ഇതാണ്, നല്ല ശർക്കരയാണ്. നമ്മൾ ചക്ക വരട്ടാൻ വേണ്ടി ഉരുളി അടുപ്പിൽ വയ്ക്കുകയാണ്. ഓട്ടുരുളിയാണ്, അല്ലാതെ ഈ അലുമിനിയം പാത്രത്തിനകത്തങ്ങും ഇതെടുത്താൽ ശരിയാകില്ല. അപ്പോൾ ഉരുളി വെച്ചു, തീ കത്തിച്ചു. ഉരുളി ഒന്ന് ചൂടായി കഴിയുന്ന പറഞ്ഞാൽ നമ്മൾ മുമ്പേ മിക്സിക്കകത്തിട്ട് അടിച്ച ചക്ക ജ്യൂസ് ഇതിനകത്ത് ഒഴിക്കും. ഉരുളി ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോഴേ ഒരു ലേശം നെയ്യ്, അത് ഈ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഒരു ലേശം നെയ്യ്, 1 സ്പൂണ് നെയ്യ് ഒഴിച്ചു. അത് കഴിഞ്ഞ് ഈ അടിച്ച ചക്കയുടെ ജ്യൂസ് ഒഴിക്കുകയാണ്. ഇനിയിപ്പോഴേ ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കണം. കാരണം ഇതിനകത്ത് ഈ ജലാംശം മൊത്തം വറ്റിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ ശർക്കരപ്പാനി ഒഴിക്കുന്നത്. ഈ ചക്ക നമ്മൾ ഇതിനകത്ത് ഏതാണ്ട് ജലാംശം
പൂർണ്ണമായിട്ട് പറ്റിയെന്ന് പറയാൻ പറ്റിയില്ല, എന്നാലും ഒരു 90% ഇതിനകത്ത് ജലാംശം പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോഴേ ശർക്കരപ്പാനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അരിച്ചൊഴിക്കുകയാണ്. അരിച്ചൊഴിച്ച് ശരിയായിട്ട് ഇളക്കി വേണം നമുക്ക് ഈ ഹലുവ മോഡലിൽ ഇത് വരട്ടിയെടുക്കേണ്ടത്. ഒഴിക്കുകയാണ്, അരിച്ചാണ് ഒഴിക്കുന്നത്. ഇനി എന്നിട്ട് ഇളക്കണം, നന്നായിട്ട് ഇതെല്ലാം കൂടെ യോജിക്കണം. ഈ ശർക്കരപ്പാനിയും ഈ ചക്കപ്പഴത്തിൻ്റെ നമ്മൾ ജ്യൂസ് അടിച്ചതും കൂടെ നല്ലപോലെ ഇളക്കി ഒന്നാകണം. ഇത് വേറെ ഇപ്പം തോന്നിക്കും, അത് ഒന്നായിട്ട് വരണം. ചെറിയ തീയേ ആകാവും, വലിയ തീയായി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവും. ഇത് ഇതാണോ ഇപ്പം തന്നെ ഇളക്കുന്നുണ്ടേ, നേരത്തെ ഉള്ളതുപോലെ അല്ല. നേരത്തെ നമ്മളിങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങോട്ടിങ്ങ് മാറി വരും. ഇത് നമ്മൾ മാറ്റിയാൽ കുറേ അങ്ങോട്ടങ്ങ് മാറി നിൽക്കും, ക്രമേണ മാത്രമേ ഇങ്ങോട്ട് വരത്തുള്ളൂ. അപ്പോൾ അത് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ജലാംശം ഇങ്ങനെ വാട്ടർ കണ്ടൻറ്റിൽ വളരെ കുറഞ്ഞ രീതിയിലേ പോകുള്ളൂ, എന്നാലും ഇത് പാകമായിട്ടില്ല. അപ്പോൾ ഇനി കൂടുതൽ അടുക്കി പിടിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഒരു അല്പം നെയ്യൂടെ ഇതിനകത്ത് നമ്മൾ ഒഴിക്കും. ഒരുപാടൊന്നുമില്ല, ഒരു 2 സ്പൂൺ. നമ്മൾ ഏതാണ്ട് ഇത് ഈ ചക്ക വരട്ടിയത് കണ്ട് വാങ്ങാറായിരിക്കുകയാണ്. കണ്ടില്ലേ, നല്ലപോലെ ഒരിടത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും, അത് ഒഴുകത്തൊന്നുമില്ല. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മൂപ്പ് എത്തിയിട്ടുണ്ട്. ഉരുളിയുടെ അടിയിൽ തന്നെ കണ്ടില്ലേ. ഇനിയിപ്പോൾ കൂടുതൽ സമയം നമ്മൾ ഇട്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് കരിയും. അപ്പോൾ അതിനാണ് ചെറിയ തീ പോലും ഇല്ല, ഉള്ള തീ കനലിലാണ് ഇതിപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നത്. കാരണം തീ ഇനിയും കൂടിക്കഴിഞ്ഞാൽ ഇത് അടിയിൽ പിടിക്കും, കരിയുകയും ചെയ്യും. വളരെ ശ്രമകരമായ ഒരു ജോലിയാണ്. എല്ലാവർക്കും ഒന്നും ഇത് ചെയ്യാനൊന്നും പറ്റുകയില്ല. പിന്നെ താല്പര്യമുണ്ടെങ്കിൽ അത് വളരെ ശ്രമകരമായ ജോലിയാണ്. 3.5 മണിക്കൂർ ഇപ്പോൾ എടുത്തിട്ടുണ്ട് ഇത്. കാരണം നമ്മൾ വളരെ ചെറിയ തീയാണ് കൊടുത്തത്, കാരണം ഒരുപാട് തീ കൊടുക്കാനൊക്കത്തില്ല. അപ്പോൾ ആദ്യമൊക്കെ ഇളക്കാൻ വളരെ ഈസിയാണ്, പക്ഷെ പിന്നീട് വരുന്നത് നല്ല ശ്രമം നടത്തിയെങ്കിലേ ഇത് ഇളക്ക് നടക്കുകയുള്ളൂ. അത് അടിയിൽ പിടിക്കാതിരിക്കാൻ കൂടി ഇങ്ങനെ ഇളക്കണം. എന്നിട്ടിപ്പോൾ തീയില്ല, ആ കനലാണ്, തീയുടെ കനലാണ് ഉള്ളത്. കാരണം എന്നാൽ മാത്രമേ അങ്ങനെയാണ് ഇത് ശരിയാക്കി എടുക്കുന്നത്, അല്ലാതെ ഒരുപാട് തീ ഇടാൻ പറ്റിയില്ല. ശർക്കര ഇതിന് നല്ല മധുരമുള്ള ചക്കയായതുകൊണ്ട് ശർക്കര നമ്മൾ വളരെ കുറച്ചാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കളറിൻ്റെ, പിന്നെ ശർക്കരയുടെ കളറിൻ്റെ വ്യത്യാസം അനുസരിച്ച് ഇതിനും കളർ വ്യത്യാസം വരും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ നിറം കൊണ്ടുവരാം, കൂടുതൽ ചൂടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടി ചിലപ്പോൾ പിടിച്ചെന്നിരിക്കും. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ പരുവം. ഇത് കണ്ടില്ലേ, ഇങ്ങനെ. ഇനി ഇത് നമ്മൾ അടുപ്പയിൽ നിന്ന് വാങ്ങി പുറത്ത് വെച്ച് ശരിക്കും ആറിയതിന് ശേഷം നല്ല ഏറ്റവും ബെസ്റ്റ് പാത്രത്തിനകത്ത്, കാരണം ഭരണി എന്ന് പറഞ്ഞാൽ ഗ്ലാസിൻ്റെ ഭരണിയാണ്, നല്ല ഭരണി. അതാണ് ഏറ്റവും നല്ലത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കിനകത്തൊന്നും ഇത് വെച്ചിരുന്നു കഴിഞ്ഞാൽ അത്ര പെർഫെക്റ്റ് ആകുകയല്ല. അപ്പോൾ അതുപോലുള്ള ഭരണിക്കകത്ത് ആറിയതിന് ശേഷം ഇട്ട്, ഇനി ഇതിന് മേമ്പൊടിയായിട്ട് ചേർക്കുന്നത് ചുക്കും ഏലക്കായും കൂടെ പൊടിച്ചതുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അണ്ടിപ്പരിപ്പോ ഒക്കെ ചേർക്കാം, അത് ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച്. അണ്ടിപ്പരിപ്പ് ചേർക്കുകയാണെന്നുണ്ടെങ്കിലും ശകലം നെയ്ക്കകത്ത് നല്ലതുപോലെ വറുത്തതിന് ശേഷമേ ഇടാവൂ. കാരണം അതിൻ്റെ പച്ചയൊന്നും വരാൻ പാടില്ല. പച്ച വന്നു കഴിഞ്ഞാൽ
അതിന് ജലാംശമുണ്ട്. ജലാംശം വന്നു കഴിയുന്ന പറഞ്ഞാൽ ഇത് പൂക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ശരിക്ക് വറുത്തതിന് ശേഷം ഇടാവുന്നത്. ഇത് എത്ര നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളത് നമ്മൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ അനുസരിച്ചിരിക്കും. കാരണം ഇതിൽ ഡെയിലി എടുക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ നനവുള്ള ഏതെങ്കിലും സ്പൂൺ എടുക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായിപ്പോകും. ഇതിനകത്ത് വേറെ ഈ ഫ്ലവേഴ്സോ ഫ്ലേവറോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് ഈ കേടാകാതിരിക്കാനുള്ള സാധന സാമഗ്രികളൊന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല. ഇത് വളരെ നാച്ചുറലായിട്ടുള്ള ഒരു വിഭവമാണ്. അങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ കൈ പോലും ഇതേ തൊടാൻ പാടില്ല, വിരൽ പോലും ഇതേ തൊടാൻ പാടില്ല ഇത് നമ്മൾ എടുക്കാൻ നേരത്തെ. കാരണം അതുപോലും ഇതിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മളിത് കൈകാര്യം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കറിയാം. ഇതിപ്പോൾ നല്ല പരുവമാണ്. ഇതാറിക്കഴിയുന്ന പറഞ്ഞാൽ ഒന്നുകൂടെ കട്ടിയായിട്ട് കിട്ടും. അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കുകയാണ്. ഇറക്കി വെച്ചതിന് ശേഷമാണ് പൊടിയിടുന്നത്. ഇത് ചുക്കും ഏലക്കായും കൂടെ പൊടിച്ചതാണ്. ഇത് നമ്മൾ പൊടിയിട്ടതിന് ശേഷം ശരിയായിട്ട് ഇളക്കി ഈ പൊടി എല്ലായിടത്തും ഇതേ പിടിക്കണം. അതിനെ ഒന്നുകൂടെ ഇളക്കുകയാണ്. അതങ്ങിടും. ഇതിപ്പോഴേ ചക്ക റെഡിയായിട്ടുണ്ട്, വരട്ടിയത് റെഡിയായിട്ടുണ്ട്. നമ്മൾ ചുക്കുപൊടിയും ഏലക്കപ്പൊടിയും കൂടെ പൊടിച്ചത് ചേർത്ത് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 2/3 ഭാഗം നമ്മൾ ആദ്യം ഉരുളിക്കകത്ത് കണ്ടതിൻ്റെ 1/3 ഭാഗമേ ഇത് നമുക്ക് കിട്ടത്തുള്ളൂ. കാരണം ബാക്കിയെല്ലാം വെള്ളമാണ്, അതുകൊണ്ടാണ് അങ്ങനെ. പിന്നെ ഇത് ഇനി നന്നായിട്ട് ആറിയതിന് ശേഷമാണ് പാത്രത്തിനകത്ത് ഇട്ട് വയ്ക്കുന്നത്. പാത്രത്തിനകത്ത് ഇട്ട് വയ്ക്കുന്ന പറഞ്ഞാൽ ഒരു കാരണവശാലും നനവ് ഉള്ള പാത്രമായിരിക്കരുത്. അതുപോലെ തന്നെ അതിൻ്റെ നല്ല മൂടിയായിരിക്കണം. പിന്നെ കാറ്റ് കയറരുത്. നമ്മൾ എടുക്കുമ്പോഴും വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സംഗതിയാണ്. കാരണം ഈ വേറെ ഇതൊന്നും ചേർക്കാത്തത് കൊണ്ട് കേടാകാതിരിക്കാൻ വേണ്ടി നമ്മളെ ഇപ്പം ഈ കൃത്രിമമായിട്ടുള്ള ആ മാർഗങ്ങളൊന്നും സ്വീകരിച്ചിട്ടില്ല. നമ്മൾ നാച്ചുറലായിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. അത് ഇപ്പം ചക്ക വരട്ടിയത് റെഡി. വളരെ സ്വാദിഷ്ടമാണ്, കഴിക്കാൻ കൊള്ളാം. ഷുഗർ പേഷ്യൻ്റുകാർക്ക് അത്ര പറ്റിയതല്ല, അല്ലാത്തവർക്കൊക്കെ കഴിക്കാം. നല്ല ഇതാണ്. ഇത് ആറിക്കഴിയുന്ന പറഞ്ഞാൽ കുറച്ചുകൂടെ കട്ടി വരും.